പക്ഷെ നമ്മൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടി ഞാൻ അത് ടെസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സാധനത്തിലേക്ക് മായി കോൺഗ്രസ് ഇതായിട്ടുള്ള ആൾക്കാർ. ഓക്കെ ബ്രോ, റിലാക്സ് കേട്ടോ, ഇത് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സോറി. ശരിക്ക് മെക്സിക്കൻ അപാരതയിലെ ടൊവിനോ ചെയ്തേക്കുന്ന റിയൽ ക്യാരക്ടർ നിങ്ങളാണോ? പോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും ഞാനാണ്. അതായത് മഹാരാജാസ് കോളേജിൽ 2010 KSന്റെ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് ജയിച്ചത് ഞാനാണ്. അങ്ങനെയുള്ള ചരിത്രമുള്ള ക്യാമ്പസിൽ ഞാൻ ചെയർമാനായതാണ് ഈ സിനിമയുടെ ഒരു ഇത്. ആ സാധ്യത എന്നെ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം വന്നതായിരിക്കും. ചെഗുവേരയുടെ ഇതുമായിട്ട് ടോമുമായിട്ട് ഈ കഥയായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ ഞാൻ എന്തിനാ 4-5 വർഷം ഇതിനു വേണ്ടിയിട്ട് നടക്കണേ? ഞാനിപ്പോൾ അങ്ങനെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ നിന്നെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ 15,000 രൂപ വാങ്ങിച്ചിട്ട് വേണം. അന്ന് ആ സിനിമ ഓണാവണേക്ക് മുമ്പ് അതിൽ കഥ എൻ്റെ പേരിൽ വെക്കണമെന്ന് പറയായിരുന്നു, അത് സ്ക്രിപ്റ്റിൽ എൻ്റെ പേര് വെക്കണമെന്ന് പറയായിരുന്നു, ഇന്ന ക്യാരക്ടർ എനിക്ക് വേണമെന്ന് ചോദിക്കാമായിരുന്നു. കാരണം എനിക്ക് അവിടെ വോയിസ് ഉണ്ട്. സിനിമ തുടങ്ങണേക്ക് മുമ്പ് എനിക്ക് വോയിസ് ഉണ്ടായിരുന്നു. എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളൊക്കെ വിട്ട് സുഹൃത്ത് ബന്ധത്തിൻ്റെ ആത്മാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. നമ്മളെ പ്രതിഷേധം അറിയണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ വെറും പൊട്ടന്മാരായി പോയി. ചൂടാൻ്റണിന്ന് ടോമുമ്പട്ടി ഒരു സ്ക്രിപ്റ്റ് വാങ്ങിച്ചായിരുന്നു. ശരിക്കും ആ ടൈറ്റിൽ ഇടുന്നത് വിനീത് ശ്രീനിവാസനാണ്. അപ്പോൾ അന്ന് ടോമുമ്പട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് അതിൽ ന്യൂ ബോളിയുടെ ഡേറ്റ് കിട്ടും, അത് ഓണാവും എന്നുള്ള രീതിയിലാണ് അത് സംസാരിച്ചത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ അതാ വീണ്ടും ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പം നമ്മളോടൊപ്പമുള്ള ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, കമോണ്ട്ര മഹേഷേ. കമോണ്ട്ര എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഒരു മുഖമാണ് നമ്മുടെ സ്വന്തം ജിനോ ബ്രോ ആണ്. ജിനോ ബ്രോ നമസ്കാരം. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു വൻ വിവാദം നടന്നുകൊണ്ടിരിക്കുക. ഒരു വിവാദപരമായിട്ടുള്ളൊരു കൂടിക്കാഴ്ചയിൽ നമ്മളിങ്ങനെ ഇരിക്കേണ്ടി വന്നില്ല. ആദ്യമായിട്ട് ഞാനൊരു സോറി പറയണത് നിങ്ങൾ വിളിച്ചു. കാരണം നിങ്ങൾ നല്ല ഡെപ്തുള്ള ഒരു ആർട്ടിസ്റ്റാണ്. കറക്റ്റായിട്ട് അണ്ടർ റേറ്റഡ് ആർട്ടിസ്റ്റ് നമ്മളിപ്പോഴും പറയുള്ളൂ. നിങ്ങൾ വരാൻ പോകുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടെന്നൊരു വിവാദവും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ നമുക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചോദിക്കട്ടെ, സത്യം പറ, ആ കൊടിമാരെ ഒടിച്ചത് ആരാണ്? ശരിക്കും പറഞ്ഞ മഹാരാജാസ് കോളേജിൽ ഒരു പശ്ചാത്തലം അനുസരിച്ച് ഓപ്പോസിറ്റ് ഇപ്പോൾ KSന്റെ പാർട്ടിയിലെ കൊടിയിൽ SFIക്കാർ മറ്റേ ലേഡീസിൻ്റെ മെൻസസ് പാഡ് പൊതിഞ്ഞു വയ്ക്കും, അതേപോലെ തന്നെ മലം പൊതിഞ്ഞു വയ്ക്കും. ഇങ്ങനത്തെ ഒരു പരിപാടികൾ അവർ സ്ഥിരം ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കൊടിമരം ഒട്ടിച്ചു കളയും. ഇങ്ങനെ സ്ഥിരം പരിപാടി ഇങ്ങനെ ചെയ്യും അവർ. ഈ പറയുന്ന സ്വാതന്ത്ര്യ സമത്വ സോഷ്യലിസം ഒന്നും അവിടെ കാണിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു സമരം ചെയ്ത്, അങ്ങനെ ആ സമരത്തിൻ്റെ അവസാനമായിട്ട് സെൻട്രൽ സർക്കിളിൽ നിന്ന് SFIയുടെ കൊടിമരം ഒട്ടിച്ചിട്ട് ആ കൊടി കത്തിച്ചു. ആ സംഭവമാണ് ശരിക്കും നമ്മൾ സിനിമയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലുള്ളത് ഞാൻ ചെയർമാനായതിനു ശേഷം യൂട്യൂബിൽ കിടക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ. ചെയർമാനായതിനു ശേഷം ഞങ്ങൾ എൻ്റെ സുഹൃത്ത് ടിബിൻ, അതേപോലെ നോബിൾ എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടി ഇരിക്കുമ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങൾ ഇട്ട കൊടിമാരെ ഇവർ അറുത്ത് കൊണ്ടുപോയി. ഇത് ഇരുമ്പിൻ്റെ പൈപ്പുള്ളത്, ഇത് അറുത്ത് കൊണ്ടുപോയി ഇവർ മദ്യം വാങ്ങിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അങ്ങനെ ഒരു സംഭവം നടന്നതിന് ശേഷം അവർ രണ്ടുപേരും പോയിട്ട് ഒട്ടിക്കണ വീഡിയോ ആണ് യൂട്യൂബിലുള്ളത്. ശരിക്കും നമ്മൾ സിനിമയിലേക്ക് എടുത്തിരിക്കുന്നത് ശരിക്കും മറ്റപ്പാടെയുള്ള ആ സംഭവമാണ് എടുത്തിരിക്കുന്നത്. ആ കൊടിമരം വെച്ചിട്ട് ആ കൊടി കത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ സത്യത്തിൽ ആ കൊടി കത്തിക്കണ സംഭവം മാറ്റാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്വിസ്റ്റഡ് വെർഷൻ ആയി കഴിഞ്ഞപ്പോൾ ഞാനൊരു KSകാരനാണ്. അപ്പോൾ കൊടി കത്തിക്കണ സാധനം അങ്ങനെ നമ്മൾ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇതിൽ ഇടയ്ക്ക് വെച്ചിട്ട് വയലൻസിൻ്റെ കുറച്ച് സംഭവങ്ങൾ കുറയ്ക്കണമെന്നുള്ള രീതിയിൽ ചർച്ച വന്നു കഴിഞ്ഞപ്പോഴൊക്കെയാണ് അങ്ങനെ കുറച്ച് ചേഞ്ചുകൾ വന്നത്. ശരിക്ക് മെക്സിക്കൻ അപാരതയിലെ ആ റിയൽ ക്യാരക്ടർ ടൊവിനോ ചെയ്തേക്കുന്ന റിയൽ ക്യാരക്ടർ നിങ്ങളാണോ? ശരിക്കും ടൊവിനോ അവതരിപ്പിച്ച പോൾ എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും ഞാനാണ്. അതായത് മഹാരാജാസ് കോളേജിൽ 2010 KSന്റെ കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് ജയിച്ചത് ഞാനാണ്. അപ്പോൾ ടോമുമ്പട്ടീനെ എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഞങ്ങളൊരു സിനിമയുടെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമിച്ച്
അഭിനയിച്ച ആൾക്കാരാണ്. ആ സിനിമ പുറത്തിറങ്ങിയില്ല. അതിൽ അഭിനയിച്ച ആ സുഹൃത്ത് ബന്ധം അതിന് ശേഷമാണ്, ആ സിനിമയ്ക്ക് ശേഷമാണ് ഞാൻ മഹാരാജാസ് കോളേജിൽ വരുന്നതും അതേപോലെ തന്നെ ചെയർമാൻ ആവുന്നത്. അപ്പോൾ ടോമുമ്പട്ടി വേറെ ഒരു സബ്ജക്റ്റ് ആയിട്ട് സിനിമ ഓണാക്കാനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് റെഡി ആയില്ല. അപ്പോൾ അത് റെഡി ആവാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും സിനിമയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ദിവസം പുള്ളി എന്നെ കാണാൻ വരികയും അങ്ങനെ മഹാരാജാസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് പുള്ളി വന്നിട്ട് ആണ് എന്നോട് പറഞ്ഞ, എടാ നീ നിൻ്റെ ലൈഫ് സ്റ്റോറി നമുക്ക് ഈ സിനിമയിലേക്ക് എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഇതിലേക്ക് വരുന്നത്. ശരിക്കും അന്ന് ടോമുമ്പട്ടി വരുമ്പോൾ ഒരു മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ ടൈറ്റിലുള്ള വേറൊരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അത് ശരിക്കും ജൂഡ് ആന്റണിയിൽ നിന്ന് ടോമുമ്പട്ടി ഒരു സ്ക്രിപ്റ്റ് വാങ്ങിച്ചായിരുന്നു. അതൊരു ക്യാമ്പസ് സ്റ്റോറി തന്നെയായിരുന്നു. ശരിക്കും ആ ടൈറ്റിൽ ഇടുന്നത് വിനീത് ശ്രീനിവാസനാണ്. അപ്പൊ അന്ന് ടോമുമ്പട്ടി എൻ്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് അതിൽ ന്യൂബോളിയുടെ ഡേറ്റ് കിട്ടും, അത് ഓണാവും എന്നുള്ള രീതിയിലാണ് അത് ആ സബ്ജക്റ്റ് സംസാരിച്ചത്. പക്ഷെ അത് പിന്നെ എന്തോ ഡേറ്റിന്റെ പ്രശ്നമോ അത് ഒന്നും അങ്ങനെ വർക്കായില്ല. അതിനുശേഷമാണ് ഈ ഒരു മെക്സിക്കൻ ഭാരതം എന്ന് പറഞ്ഞ ടൈറ്റിലിന്റെ ഉള്ളിലേക്കാണ് എൻ്റെ സബ്ജക്റ്റ് കയറ്റിയത്. ആ കഥ മാറ്റി. അപ്പൊ നിങ്ങൾ ആ പടം അനൗൺസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ജൂഡ് ആന്റണിയുടെ സ്ക്രിപ്റ്റിൽ ടോമുമ്പട്ടി സംവിധാനം ചെയ്യുന്നു, ടൊവിനോ തോമസ് നായകനാവണമെന്നായിരിക്കും ഓൺലൈനിൽ അന്ന് വന്ന ന്യൂസ്. പക്ഷെ സിനിമ ഇറങ്ങണേക്ക് മുമ്പാണ് അത് സ്ക്രിപ്റ്റും കാര്യങ്ങളും ടോമുമ്പട്ടിയുടെ ടൈറ്റിലേക്ക് വന്നത്. അങ്ങനെ മാറ്റങ്ങൾ വന്നു. മാറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി നമ്മളോട് പറഞ്ഞത് അന്ന് സിനിമ ഇറങ്ങണേക്ക് മുമ്പ്, ഈ ഷൂട്ടിന്റെ മുമ്പ്, അതായത് ജൂഡ് ഇങ്ങനെ സംസാരിച്ചു, ഇല്ല ടൈറ്റിൽ ഒഴികെ ബാക്കിയെല്ലാം ചേഞ്ച് ആയാറുണ്ട്, പുള്ളിയുടെ പേര് മാറ്റിയിട്ട് ഇനി വേറെ പേര് വയ്ക്കണതിൽ കുഴപ്പമില്ല എന്ന് സംസാരിച്ചത് കൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയുടെ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഡയറക്ടറിൻ്റെ തന്നെ പേര് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് എന്നുള്ള രീതിയിൽ സംസാരിച്ച് അങ്ങനെയാണ് പുള്ളിയുടെ ടൈറ്റിലേക്ക് പോയത്. അങ്ങനെയാണ് ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതായത് ഒരു 4-5 വർഷമായിട്ട് ഇതിന്റെ പിന്നാലെ ഉണ്ട്. അതായത് എൻ്റെ കഥ അതിലേക്ക് എടുത്തതിന്, ആ സബ്ജക്റ്റ് എടുത്തതിനും ഒരു 4-5 വർഷം ഞാൻ ഇതിന്റെ എഴുത്ത് പരിപാടിയായിട്ട് കൂടെ ഉണ്ട്. കാരണം യൂട്യൂബ് റൂട്ടസ് സിനിമയുടെ ഷൂട്ട് നമ്മുടെ തൃശ്ശൂർ നടക്കുമ്പോൾ ആ സമയത്ത് അതിൽ ടോമുമ്പട്ടി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഉണ്ട്. അപ്പം അതിന്റെ ഷൂട്ടിന്റെ സമയത്ത് പോലും ഞാനും എൻ്റെ വേറൊരു സുഹൃത്തും കൂടി എഴുതാനായിട്ട് നമ്മുടെ തൃശ്ശൂർ പോയി അവിടെ അയ്യന്തോളിൽ സാഹിത്യ അക്കാദമിയുടെ ഒരു താമസിക്കണ സ്റ്റേ ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട്. 4 ദിവസം വെച്ചിട്ട് എത്രയോ 500 രൂപ എങ്ങാണ്ട് കെട്ടിവെച്ച 4 ദിവസം താമസിക്കും. അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ട് എഴുതാനായിട്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് അവിടെ നിന്ന് ഷൂട്ടിൻ്റെ അവിടെ നിന്ന് ടോമുമ്പട്ടി ഒരു ഡിസ്കസ് ചെയ്യും, അങ്ങനെ സീനുകൾ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ അന്ന് പോയപ്പോഴാണ് ടൊവിനോ തോമസിനെ അവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിക്ക് മുമ്പേ ഇതിൻ്റെ പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പിന്നെ ഇത് ആദ്യം KSUവിൻ്റെ തന്നെ റിയൽ ആയിട്ടുള്ള സ്റ്റോറി എന്നുള്ള രീതിയിലാണ് ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അതായിരുന്നു അടുത്ത ചോദ്യം വന്നത്. ശരിക്കും ഈ കഥ നേരെ ഓപ്പോസിറ്റാണ് റിയൽ ലൈഫിൽ നടന്നേക്കുന്നത്. അതായത് ഇതിൽ കാണിക്കുന്നത് SFI കുറച്ച് നാളുകൾക്ക് ശേഷം അധികാരം പിടിക്കുന്നു, അവിടുത്തെ KSUവിനെ തകർത്ത് SFI മുമ്പോട്ട് വരുന്നു. ഇതായിരുന്നു സാധനം. പക്ഷെ നേരെ തിരിച്ചാണ് ഉണ്ടായത്. ശരിക്കും മഹാരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, SFI കോട്ടയാണ്. അവിടെ KSU അധികാരത്തിൽ വന്ന ഒരു സംഭവമാണ് റിയൽ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പം കഴിഞ്ഞ ദിവസം രൂപേഷ് ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോൾ അത് പച്ചക്കള്ളം എന്നാണ് ടോമുമ്പട്ടി പറഞ്ഞത്. അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അതിലാണ് താങ്കളുടെ ഒരു വിശദീകരണ പോസ്റ്റ് അവിടെ വന്നത്. അത് കാരണം ടോമുമ്പട്ടി അത് പച്ചക്കള്ളം ആണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാനായിട്ട് വന്നത്. കാരണം ഈ സിനിമ ഇറങ്ങണേക്ക് മുമ്പ്, അല്ലെങ്കിൽ ഇതിന്റെ ഷൂട്ട് തുടങ്ങണേക്ക് മുമ്പ് ടോമുമ്പട്ടി തന്നെ എന്നോട് സംസാരിച്ചിട്ടുള്ള കാര്യമാണ്, ഈ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ഇതിന്റെ യഥാർത്ഥ മൂലകഥ, അതായത് ഞാൻ ചെയർമാനായ മഹാരാജാസ് കോളേജിലെ KSUകാരന്റെ കഥയാണെന്നുള്ളത് പിന്നത്തെ ആഴ്ചയിലെ സപ്ലിമെന്റിൽ അടിച്ചു വരുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പത്രമാധ്യമങ്ങളിൽ കൊടുക്കും. ഈ കാര്യം പറഞ്ഞാണ്. പക്ഷെ സിനിമ ഇറങ്ങിയതിന് ശേഷം പുള്ളി അത് മറന്നുപോയി. അത് എന്തുകൊണ്ടാണ് മറന്നുപോയി എന്ന് എനിക്കറിയില്ല. നമ്മൾ പിന്നെ അതുമല്ല, സിനിമ ഇറങ്ങി കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ തമ്മിലുള്ള കോണ്ടാക്റ്റുകൾ, വിളിച്ച ഫോൺ വേണ്ടത് സംസാരിക്കലില്ല. അങ്ങനെ അപ്പം നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ കൂടുതൽ അതിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യാൻ പോയില്ല. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഇറക്കാത്തതെന്നോ അല്ലെങ്കിൽ ഇതാണ് റിയൽ കഥ എന്നോ അതോ ചോദിച്ചു പുള്ളിയുടെ ഇതിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മിണ്ടാതിരുന്ന. പക്ഷെ ഇത്ര വർഷം കഴിഞ്ഞിട്ടും പുള്ളി അതിനെ കുറിച്ച് പറഞ്ഞില്ല. ഇപ്പൊ എനിക്ക് തന്നെ 8 വർഷമായി തോന്നുന്നു സിനിമ ഇറങ്ങിയിട്ട്. 8 വർഷത്തിന് ശേഷം രൂപേഷ് ഏട്ടന്റെ ഒരു വീഡിയോയിലാണ് ഈ സംഭവം പുറത്തേക്ക് വരുന്നത്. ഇത് അന്ന് ഈ ഷൂട്ട് തുടങ്ങണേക്ക് മുമ്പ് തന്നെ പുള്ളി എന്നോട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്.
കാരണം ഈ നമ്മൾ KSUവിൻ്റെ കഥയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ വർക്കാവാൻ സാധ്യതയില്ല എന്ന് ബാക്കി എല്ലാവരും പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ രൂപേഷനും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തപ്പോൾ ഇത് നമ്മൾ തിരിച്ചിട്ടാലാണ് സിനിമ സക്സസ് ആവുള്ളൂ. അതേപോലെ തന്നെ ഫസ്റ്റ് ദിവസം പിള്ളേർ കാണാനായിട്ട് തിയേറ്ററിലേക്ക് വരുള്ളൂ. കാരണം അങ്ങനത്തെ ഒരു കേരളത്തിലെ ഏറ്റവും കൂടുതൽ യൂണിവേഴ്സിറ്റിയിൽ ബാക്കി എല്ലാ കാര്യത്തിലും SFI അനുഭാവികളായിട്ടുള്ളവരൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കിട്ടുമ്പോഴാണ് അതിന് റീച്ച് കിട്ടുള്ളൂ എന്നുള്ളൊരു സാധനം ഡിസ്കസ് ചെയ്തു. അതിനവസാനം നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ ഒരു ലൈഫ് എൻ്റെ ഒരു പിടിവാശിക്കാരുണ്ട്, അത് വേണ്ടാന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ ഓക്കെ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം കൂടിയും പറഞ്ഞു, ഇതിന്റെ റിയൽ സാധനം ഈ സിനിമയ്ക്ക് ശേഷം പറയുന്നുള്ളൂ. നമ്മളൊരു സുഹൃത്തിനെ നമ്മൾ വിശ്വസിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ലേ 2009 തൊട്ട് എനിക്ക് അറിയാവുന്നതാണ് ടോം മമ്മൂട്ടി. അപ്പോൾ ഞാൻ ഈ സംഭവം പറഞ്ഞിട്ട് പുള്ളിക്ക് മെസ്സേജ് അയച്ചു, ഇത് പുള്ളി തന്നെ പറഞ്ഞതാണോ എന്നുള്ള രീതിയിൽ ഞാൻ ആ പോസ്റ്റ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്തു. ഇത് ടോം തന്നെ കൊടുത്ത ഇതാണോ എന്നുള്ള രീതിയിൽ സത്യം ഇതാണ് സത്യം എന്ന് വെച്ചിട്ട്. അപ്പോൾ പുള്ളി അത് നിനക്കറിയാൻ പാടില്ല അങ്ങനെ എന്തൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തടിച്ചു. അപ്പം ഞാൻ എന്തെന്ന് വെച്ചിട്ട് പിന്നെ അതിനൊരു റെസ്പോൺസ് ഉണ്ടായില്ല. ഞാൻ പിന്നെ വിളിച്ച് ഫോണിൽ സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഈ സിനിമയ്ക്ക് ശേഷം ഇതൊക്കെ പറഞ്ഞു ഉണ്ടായില്ല. സിനിമയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്ന ഇവിടുത്തെ ബാക്കി എല്ലാവരും ഇടതുപക്ഷമൊക്കെ എടുത്ത് ഇത് വലിയൊരു പൊളിറ്റിക്കൽ സിനിമയും അത് ചെയ്ത ഡയറക്ടറിനെ വലിയ സംഭവവും വലിയ വിപ്ലവകാരിയാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന അതിൽ നിന്ന് ചിലപ്പോൾ ഇത് പറഞ്ഞ പ്രസ്താവന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പേടിച്ചതുകൊണ്ടാണോ എന്നറിയില്ല. അദ്ദേഹം പിന്നെ പറഞ്ഞില്ല. പിന്നെ രൂപേഷേട്ടൻ വന്നപ്പോൾ രൂപേഷേട്ടൻ പറയുന്നതാണ് പച്ചക്കള്ളം എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് യാഥാർത്ഥ്യം എനിക്കറിയാലോ. കാരണം 4-5 വർഷം എനിക്ക് യാതൊരു ബന്ധമില്ലെങ്കിൽ പിന്നെ ഈ സിനിമയുടെ ഒപ്പം എന്തിനും ഞാൻ 4-5 വർഷം നടക്കണേ. വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഒന്ന്, ഇങ്ങനൊരു കഥ, ഇപ്പോൾ താങ്കളുടെ ഒരു കഥ ടോമേറ്റ് ചെയ്യുന്നു. എന്തായാലും ജിനുവിൻ്റെ മനസ്സിലും ഒരുപാട് വർഷങ്ങളായിട്ട് സിനിമ എന്നുള്ളൊരു മോഹം ഉള്ളിലുണ്ട്. എന്തായാലും ഇതൊരു മാണിക്കക്കല്ലാണെന്ന് നിങ്ങൾക്കറിയാം. ഇത് പുറത്തേക്ക് ഇതിൻ്റെ ഒരു വാല്യൂ ഉണ്ട് ഈ കഥയ്ക്കെന്നറിയാം. അതുകൊണ്ടാണ് വേറെ ചെയ്യാൻ ഉദ്ദേശിച്ച കഥ വരെ മാറ്റിയിട്ട് ഇതെടുത്തു എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും വാല്യൂ ഉള്ളൊരു പടത്തിൽ ഇതിലൊരു നായകസ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു അന്ന്? ഇല്ല, ഇത് സംഭവം ഇല്ല. ഞാൻ സെക്കൻഡ് ഷോ ഇറങ്ങിയ സമയമുണ്ടല്ലോ, ദുൽഖർ സൽമാൻ്റെ സെക്കൻഡ് ഷോ ഇറങ്ങി. അത് ഞാൻ മഹാരാജാസ് കോളേജിലെ ചെയർമാൻ ആയതിനു ശേഷം എനിക്കതൊരു 2 വർഷം കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ഷോ ഇറങ്ങണത്. ആ സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ കൂടി ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ക്യാമ്പസിലാണ് സെക്കൻഡ് ഷോയുടെ ഒരു ഒരു സംഭവം ഉണ്ടല്ലോ ഇറങ്ങിയിട്ട് അതിൻ്റെ പ്രൊമോഷൻ പോലെ ഒരു സെൻട്രൽ സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു മമ്മൂക്കയുടെ മകൻ നായകനായിട്ട് എത്തി. അപ്പോൾ ലാലേട്ടൻ്റെ മകനെ നായകനാക്കിയിട്ടൊരു പടം ചെയ്യണം, അതിന് പറ്റിയ സബ്ജക്റ്റാണ് മെക്സിക്കൻ ഭാരതം. കാരണം മെക്സിക്കൻ ഭാരതം അന്ന് ടൈറ്റില്ല, ഞാൻ ചെയർമാനായ കഥ. കാരണം ഞാനത് കണ്ടത് ഞാൻ കോളേജിൽ ചെയർമാനായിരിക്കുമ്പോൾ എനിക്ക് മുടിയൊക്കെ വളർത്തിയിട്ട് ആയിരുന്നു ഒരു. അപ്പൊ അന്ന് പ്രണവിന്റെ ഒക്കെ ഒരു ലുക്ക് അങ്ങനെ ആയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു സാധനം കൊന്ന ക്യാമ്പസിൽ പ്രണവ് ആദ്യമായിട്ട് അഭിനയിക്കുന്നു, ഒരു ക്യാമ്പസ് ഫിലിം, ഒരു പൊളിറ്റിക്കൽ സിനിമ വരുന്നു, KSന്റെ ഒരു സിനിമ വരുന്നു എന്നുള്ള രീതിയിൽ ഞാനത് എഴുതിക്കൊണ്ടിരുന്ന ഒരു സാധനമാണ്. അന്ന് എഴുതിക്കൊണ്ടിരുന്ന. പിന്നീടാണ് ഈ ടോമുട്ടിനെ എനിക്ക് 2009 തൊട്ട് അറിയാം. അപ്പൊ ടോം വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഓക്കെ ഞാൻ കാരണം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ രക്ഷപ്പെടണമെന്നാണ് വിചാരിച്ചത്. ഞാൻ അതിലൊരു ക്യാരക്ടറും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മളതിൻ്റെ ഒരു ഏറ്റെടുത്ത ഒരു സുഹൃത്ത് സിനിമ ചെയ്ത് സക്സസ് ആവും, അതിൻ്റെ പാർട്ടും കൂടിയാണ് ഞാൻ ആവണോ എന്നും കൂടെ. അല്ലെങ്കിൽ എനിക്ക് അങ്കമാലി ഡയറീസിലോ അല്ലെങ്കിൽ വേറെ പടങ്ങളിലൊക്കെ എനിക്ക് അഭിനയിക്കാൻ പോകായിരുന്നു. ഞാൻ ഇത് ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഇതെനിക്ക് അതിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യായിരുന്നു എനിക്ക്. കാരണം 4-5 വർഷം ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ട് എനിക്ക് കിട്ടിയത് 15,000 രൂപയാണ്. 4-5 വർഷം അതിന് വേണ്ടി. അപ്പോൾ വേണമെങ്കിൽ എൻ്റെ അതിൽ കഥ എൻ്റെ പേരിൽ വെക്കായിരുന്നു, തിരക്കഥയിൽ എൻ്റെ പേര് വെക്കായിരുന്നു. എനിക്കതിൽ ഇപ്പോൾ ബ്രോ പറഞ്ഞോണം അതിലൊരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, ഇപ്പോൾ ടോവിനോ തോമസിൻ്റെ പോട്ടെ, വേറെ ഏതെങ്കിലും ക്യാരക്ടർ എനിക്കിത് വേണം അല്ലെങ്കിൽ പടം നടക്കില്ല എന്ന് എനിക്ക് പറയായിരുന്നു. തീർച്ചയായിട്ടും. പക്ഷെ ഞാനെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുക അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക ഒക്കെ ചെയ്ത് സിനിമയുടെ സ്വപ്നങ്ങളായിട്ട് നടന്ന ആൾ രക്ഷപ്പെടണം. അപ്പോൾ അയാൾ രക്ഷപ്പെടുമ്പോൾ കൂടെയുള്ള ഒരുപാട് പേരും രക്ഷപ്പെടും എന്നൊരു സാധനമാണ് കണ്ടത്. പിന്നെ ഓൾറെഡി നമ്മളിത് ടെസ്റ്റഡ് ആവുമ്പോൾ ഓൾറെഡി ഇതിനെക്കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ ഒരു ഭാഗം ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അതായത് ഇന്ന കാരണം ഒരാളെ രക്ഷപ്പെടണം. ഇപ്പൊ നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നതിനെ സുഹൃത്താവുന്നത് അവന്റെ രാഷ്ട്രീയം നോക്കിയിട്ടല്ലോ, ഒരാളെ സഹായിക്കുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടല്ലോ. ഇപ്പൊ ജിനോബ്രോനോട് ഒപ്പറൊരു കാര്യം ചോദിക്കട്ടെ, ഈ മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞ സിനിമ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു പടം. ഒരു സൈഡിൽ താങ്കളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയൊരു പടം, സന്തോഷങ്ങൾ തന്ന പടം. പക്ഷേ ഈ സിനിമ കാരണം കുറെ കരണ്ടി വന്നിട്ടുണ്ടോ? അല്ല, എനിക്ക് ഒരുപാട് വിഷമമുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ പറഞ്ഞില്ലേ നമ്മളോട് ഈ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ,
അതായത് ഇത് ഇറങ്ങിയതിന് ശേഷം ഇത് ട്വിസ്റ്റഡ് വേർഷനാണ്, യഥാർത്ഥ കഥ ഇന്നതാണ്, അതിങ്ങനെ ചേഞ്ച് ചെയ്തതാണ് എന്നുള്ളൊരു സാധനം ഇത് ഇവർ പുറത്തു പറഞ്ഞില്ല. പക്ഷെ നമ്മൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹത്തിന് വേണ്ടി ഞാൻ അത് ട്വിസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സാധനത്തിലേക്ക് മായി. ഇപ്പം നമ്മുടെ എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ പല ഇപ്പോൾ കോൺഗ്രസ് ഇതായിട്ടുള്ള ആൾക്കാർ മനസ്സിലാവും ബ്രോ, മനസ്സിലാവും. നിങ്ങളൊരു ഉഗ്രൻ കോൺഗ്രസ്സുകാരനായിരുന്നു, കുടുംബപരമായിട്ട് കോൺഗ്രസ്സുകാരായിരുന്നു. താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റോറി ആയിരുന്നു. ഇങ്ങനൊരു മാറ്റം വരുത്തുമ്പോൾ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായിട്ടുണ്ടാവും. ഇത് നിങ്ങളുടെ ജീവിതത്തിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. റിലാക്സ്. ഓക്കെ, നമ്മളത് വിഷമിപ്പിക്കാനോ ഇതിനു വേണ്ടി പറഞ്ഞതല്ല ബ്രദർ, എനിക്ക് മനസ്സിലാവും, ഉള്ളിൽ നിന്ന് വന്നതെന്ന് മനസ്സിലായി. ഓക്കെ ബ്രോ, റിലാക്സ് കേട്ടോ, ഇത് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, സോറി. എനിക്ക് മനസ്സിലാവും എത്രത്തോളം അത് താങ്കളുടെ ജീവിതത്തിന് അത് ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് നിന്നാണോ? അതല്ല, നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞില്ലേ, ഈ സിനിമ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെ ചേഞ്ച് ചെയ്ത് ഞാൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ആശയത്തെ ചതിച്ചു എന്നുള്ള രീതിയിൽ വരെ പലരും പറഞ്ഞു. മനസ്സിലായോ? മനസ്സിലായി. ഇപ്പം ചേട്ടനും ഒരു കോൺഗ്രസ് ഇതിൻ്റെ നേതാവല്ലേ, ഒരു സംഘടനയുടെ ഒരു സംഘടനാപരമായിട്ടുള്ള ചുമതലയുള്ള ഒരാളാണ്. വീട്ടിൽ നിന്നും അത്യാവശ്യം വീട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം അവർക്കറിയാമല്ലോ യാഥാർത്ഥ്യം. കാരണം ഈ ടോം മമ്മൂട്ടി ഉൾപ്പെടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളതല്ലേ. അല്ല, ഈ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ഈ സിനിമ കഴിയുമ്പോൾ എന്തായാലും സത്യങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് താങ്കളത് സമ്മതിച്ചെന്ന് പറയുന്നത് അല്ലേ? അല്ല, ഞാൻ ഇപ്പോൾ ഇപ്പോഴായാലും ഈ പോസ്റ്റ് വരുമ്പോൾ അതിൽ താഴെ പറയുന്നത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഞാനിത് ട്വിസ്റ്റ് ചെയ്യാൻ നിന്നു എന്നാണ് പറയണത്. മനസ്സിലായോ? എനിക്ക് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിച്ച് അറിയാൻ പറ്റും. പ്രൊഡക്ഷൻ കൺട്രോളറിൽ നോക്കി അറിയാൻ പറ്റും. ഞാൻ ഒപ്പിട്ടത് 15,000 രൂപയാണ് അന്ന് വാങ്ങിച്ചണം. അതെനിക്ക് വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഒപ്പിടാൻ, അത് ലാസ്റ്റ് ഷൂട്ട് തുടങ്ങുമ്പോൾ ഷൂട്ട് കഴിയുന്ന ദിവസം മഹാരാഷ്ട്രയിൽ വെച്ചിട്ട് വിനോദേട്ടൻ കൊണ്ടുപോയിട്ട് ജിനും അങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പൈസ ഉണ്ട് ഒപ്പിടാന്ന് പറഞ്ഞു. അപ്പോൾ 15,000 ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ പൈസ ഇച്ഛിക്കാതെയാണ്. കാരണം ഇതായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ രക്ഷപ്പെടണം, ടോം ഉൾപ്പെടെ. ഓക്കെ. ശരിക്കും ഈ സിനിമ കഴിഞ്ഞിട്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഗ്യാപ്പ് വരാൻ കാരണം നിങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് വേണ്ടി തന്നെ ഒരുമിച്ച് ഒരു റൂമിൽ നിങ്ങൾ വേറെ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ടോം മമ്മൂട്ടി തന്നെ അതിന് ശേഷം വേറെ പടം ചെയ്തു. അദ്ദേഹത്തിൻ്റെ പടത്തിൽ പോലും എനിക്ക് ഒരു വിഷമമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൊമോ സോങ് ഇറങ്ങി. ഈ പ്രൊമോ സോങ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാനൊരു പ്രോഗ്രാമിൽ വെച്ച് ഹൈബീഡൻ എംപിനെ കണ്ടായിരുന്നു. അന്ന് MLA ആയിരുന്നു തോന്നുന്നു പുള്ളി. അപ്പോൾ പുള്ളീനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പ്രൊമോ ഒഴിച്ചു. അപ്പോൾ കുറേ പേരൊക്കെ വന്നിട്ട് ഇത് ട്വിസ്റ്റഡ് ആക്കി അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല, സിനിമയായിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിച്ച പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ലടാ, ഇത് സിനിമയല്ലേ, സിനിമയായിട്ട് കാണാം, യഥാർത്ഥ ചരിത്രം എല്ലാവർക്കും അറിയാൻ പാടില്ലേ. പുള്ളി അതിനെ കൂളായിട്ടാണ് എടുത്തത്. ഞാൻ പറഞ്ഞ എനിക്ക് ഈ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിൽ ഇതൊക്കെ റിയാലിറ്റിയാണ്. അതേപോലെ ഷിയാസ്ക, ഇതിലെ തന്നെ ക്യാരക്ടർ ഉണ്ട്, കലാവൻ ഷാജോണിന്റെ പേര് ഷിയാസ് എന്നാണ്. ഷിയാസ്ക ഇപ്പോഴത്തെ എറണാകുളം DCC പ്രസിഡന്റ് ഷിയാസ്കയാണ്. ഞാൻ എൻ്റെ മനസ്സിലായത് ശരിക്കുള്ള ഒറിജിനൽ സ്റ്റോറിയിൽ ഷിയാസ്കയാണ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഞാൻ ചെയർമാൻ ആവണ ആ സമയത്ത് അന്ന് പുള്ളി DCC സെക്രട്ടറി എങ്ങോട്ടായിരുന്നു, വൈസ് പ്രസിഡന്റ് എങ്ങോട്ടായിരുന്നു അന്ന് ഷിയാസ്ക. അതേപോലെ എൻ്റെ ബ്രദർ ജിൻഡോ ജോൺ ആയിരുന്നു അന്ന് KSUവിൻ്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ്. ഇവർ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ അന്ന് നമ്മൾ പൊളിറ്റിക്കലായിട്ട് നമുക്ക് പോസ്റ്ററും ക്യാമ്പസിൽ ബാക്കി കാര്യങ്ങളും ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട് സംഘടിപ്പിക്കാനും ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത 2 വ്യക്തികൾ ഇവരാണ്. അപ്പോൾ ഞാൻ KSUവിൻ്റെ വേർഷനിൽ ചെയ്യാതിരുന്ന അതായത് ഒരു നല്ല ക്യാരക്ടറായിട്ട് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ഷിയാസ്കയുടെ. ഇപ്പം ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതിനെ വേറൊരു കോമഡി രീതിയിലേക്ക് അതൊരു ഷിയാസ്ക ഉള്ള രീതിയിലേക്ക് ആ പേര് വരാൻ കാരണം. ആ പേരെങ്ങനെയാണ് വന്നത്? ഓക്കെ. ശരിക്കും ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഈ സിനിമയുടെ വിജയവും ഭയങ്കരമായിട്ട് വന്നപ്പോൾ ഇങ്ങനൊരു കാര്യം, അതായത് പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇത് നിൻ്റെ കഥയാണ്, നേരെ തിരിച്ചാണ്, സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനൊരു സംഭവം ഞങ്ങൾ ചെയ്തതാണെന്ന് പറയാമെന്ന് പറഞ്ഞിട്ട്
അത് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ അനുഭവിച്ചേക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഈ പറയുന്ന നേതാക്കന്മാരാണെങ്കിലും നിങ്ങളെ വിശ്വസിച്ച ആ ടൈമിൽ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ, നിങ്ങളെ കണ്ടു വളർന്നു വരുന്ന പ്രസ്ഥാനത്തിലേക്ക് വന്ന വിദ്യാർത്ഥികൾ, ഇവരെല്ലാവർക്കും എല്ലാവരുടെ അടുത്ത് നിങ്ങൾ ഉത്തരം പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴും ചിലപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവില്ലേ? അല്ല അത് ശരിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ സംഭവത്തിൻ്റെ ന്യൂസ് തന്നെ വരുമ്പോൾ തന്നെ പലരും പറയുന്ന ജിനു ചേട്ടൻ അന്ന് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമം തോന്നിയായിരുന്നു, ചേട്ടൻ ഇങ്ങനെ പ്രസ്ഥാനത്തിൽ നിന്നിട്ട്. എല്ലാവരും വിചാരിക്കണേ എനിക്ക് ഏതാണ്ട് കോടിക്കണക്കിന് പൈസയും ഏതാണ്ട് വലിയ സംഭവം കിട്ടിയെന്നാണ്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യാൻ നിന്നെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ 15,000 രൂപ വാങ്ങിച്ചിട്ട് വേണോ? ഇതിപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധം നല്ല രീതിയിൽ പോകുന്നൊരു ബന്ധം വരെ ശരിക്കും പറഞ്ഞപ്പോൾ അല്ല, ഞാൻ പറഞ്ഞല്ല, ഞാൻ ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് രൂപേഷ് ചേട്ടൻ്റെ ഇതിൻ്റെ ഒരു ഇതിങ്ങനെ ഒരു സാധനം കണ്ടു പേരില്. ഇത് ഇങ്ങനെ ടിസ്റ്റഡാണ് പുള്ളി പറഞ്ഞ ഇതാണെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനത് കണ്ടു. ഓക്കെ, അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ഇത് സംവിധാനം നിഷേധിച്ചു എന്നും പറഞ്ഞിട്ട് രൂപേഷ് പീതാംബരൻ പറയുന്നതാണ് കള്ളം, ഇത് ശരിക്കും മറ്റേതാണ്, ഒരാളുടെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ പുള്ളിക്ക് ഇങ്ങനെ പറയായിരുന്നു, ഇത് ചെഗുവേരയുടെ ഇത് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. ഒരാളുടെ ജീവിതമായിട്ട് ബന്ധമില്ല, ഇത് സാങ്കല്പിക കഥയാണെന്ന് പുള്ളിക്ക് പറയേണ്ട കാര്യം ഉണ്ടായില്ല. ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നമ്മൾ ഇത്ര വർഷം ഈ സിനിമ ഇറങ്ങിയിട്ടും പുള്ളിയുടെ ഭാഗത്ത് നിന്ന് എൻ്റെ കഥയാന്നുള്ള രീതിയിലേക്ക് ഒരു സാധനം വന്നിട്ടില്ല. ഞാൻ ഒഫീഷ്യലായിട്ടൊരു സാധനവും വന്നിട്ടില്ല. ഞാനത് വേണ്ട, കുഴപ്പമില്ല, പോട്ടെ. കാരണം പുള്ളിയുടെ ലൈഫ് നമ്മൾ ഇതിനെ പ്രതികരിച്ച് പുള്ളിയുടെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇത് കളയണ്ടല്ലോ, അല്ലെങ്കിൽ വേണ്ട. മനസ്സിലായി, നമുക്ക് വരാനുള്ളത് വരും എങ്ങനെ വന്നാലും. പക്ഷെ ഈ സാധനം കണ്ടപ്പോഴാണ് എനിക്ക് സങ്കടമായത്. ഇതല്ല, ഇത് അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ അല്ലേ. കാരണം ഞാൻ എൻ്റെ കൂടെ എത്ര വർഷം നടന്നത്, ഞാൻ വേറെ ഒരു ജോലിക്കും പോവാതെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ആ പടം ഹിറ്റായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തിക ലാഭം എല്ലാം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെ സക്സസ് പാർട്ടി പരിപാടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു 15,000 രൂപ തന്ന് ഒതുക്കിയതാണെന്ന് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് എന്തിനാണ് ഞാൻ പിന്നീട് സിനിമ ഇറങ്ങി, ഞാൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ടോമുകുട്ടികൾ പലരുടെയും ഒരു ഇത് മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിക്കും ഞാൻ എൻ്റെ ഒരു സാധ്യത അവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ഫ്രണ്ട്ഷിപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എൻ്റെ ഒരു സാധ്യതയായിരുന്നു അത്, ഒരു വലിയ സാധ്യത. അതായത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പസിന് അത് അട്ടിമറിച്ച് ചെയർമാൻ ആവുന്ന ഒരു കഥ, അതായത് കൊടി കുത്താൻ പോലും പറ്റാത്തൊരു, അതല്ല ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമ്മൾ തന്നെ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് കഥ പറയാൻ പോകുമ്പോൾ ഒറ്റ വാചകത്തിൽ ആ സിനിമയ്ക്ക് ഓക്കെ കൊടുക്കും. അത് പുള്ളി എടുത്തു. അത് കഴിഞ്ഞ് ആവശ്യം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുള്ളി രണ്ടാമത്തെ പടം ചെയ്യുന്നപ്പോൾ എനിക്ക് അതിൽ വേഷം തരായിരുന്നു. ആ സിനിമ ശ്രദ്ധിച്ചാൽ അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വേഷങ്ങളുണ്ട് ഉണ്ടായിരുന്നല്ലോ, എനിക്ക് ചെയ്യായിരുന്നു. കാരണം എൻ്റെ സാധ്യത കഴിഞ്ഞു, അപ്പോൾ ഒഴിവാക്കിയതാണ് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി അന്ന് ആ സിനിമ ഓണാവണേക്ക് മുമ്പ് അതിൽ കഥ എൻ്റെ പേരിൽ വെക്കണമെന്ന് പറയായിരുന്നു, അത് സ്ക്രിപ്റ്റിൽ എൻ്റെ കഥ വെക്കണോ, എൻ്റെ പേര് വെക്കണമെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ അതിന് എനിക്ക് കൃത്യമായിട്ട് അതിലെ ക്യാരക്ടർ, ഇന്ന ക്യാരക്ടർ എനിക്ക് വേണമെന്ന് ചോദിക്കാമായിരുന്നു. ചോദിച്ചാൽ ഉറപ്പിച്ചിട്ട് പറ്റും, അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറയായിരുന്നു. കാരണം എനിക്ക് അവിടെ വോയിസ് ഉണ്ട്, സിനിമ തുടങ്ങണേക്ക് മുമ്പ് എനിക്ക് വോയിസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ റെമ്യൂണറേഷൻ ഇത്ര വേണമെന്ന് പറയാം, അല്ലെങ്കിൽ ആ സിനിമ പ്രൊജക്റ്റിന് കാരണം ഞാനാണ്, ഈ പ്രൊജക്റ്റിൻ്റെ ഇത്ര ശതമാനം, 1% പ്രൊവിഷൻ ഷെയർ എനിക്ക് ചോദിച്ചതായിരുന്നു. ഞാൻ എൻ്റെ സാമ്പത്തിക സ്ഥിതി രക്ഷപ്പെട്ടനെ. ഞാൻ ഇതൊന്നും ചോദിക്കായിരുന്നു. എൻ്റെ ഏറ്റെടുത്ത സുഹൃത്ത് അവർ രക്ഷപ്പെടണം, അതായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വർഷങ്ങളായിട്ട് കഷ്ടപ്പെടുന്നവർ രക്ഷപ്പെടണം. അവർ രക്ഷപ്പെടുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് എന്നെ സഹായിക്കുമല്ലോ. നമ്മളൊരു സുഹൃത്ത് കഴിക്കുമ്പോൾ ആ സുഹൃത്ത് ചിലപ്പോൾ ഒരു ഡയറക്ടർ രക്ഷപ്പെടുമ്പോൾ ആ ഡയറക്ടറിന് ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ പറ്റും, കൂടെയുള്ളവരെ. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ ഒരു നായകൻ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുക, ആ നായകന് ഒരുപാട് പേരെ വേണമെങ്കിൽ ഒരു രക്ഷപ്പെടുത്താൻ സാധിക്കും. കാരണം ഇങ്ങനെ 3 പൊസിഷനിലുള്ളവർക്കാണ് ഇത് പറ്റുക. കാരണം അവർ ഹിറ്റായിട്ടുണ്ടെങ്കിൽ കൂടെയുള്ള ഒരുപാട് പേരെ സിനിമയിലേക്ക് കൊണ്ടുവരാം, അവർക്ക് വോയിസ് ഉണ്ട് സിനിമയിൽ. പിന്നെ ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിച്ചത്. കാരണം ഇവർ രക്ഷപ്പെട്ടു, ഇവർ നാളെയും പടം ചെയ്യും, നമ്മളാ ഓർക്കുമല്ലോ. പക്ഷെ അത് സത്യത്തിൽ പറഞ്ഞാൽ അതിലോട്ട് കൂടി നമ്മളങ്ങോട്ട് ഒഴിവാക്കി വിട്ടു. ശരിക്കും ഇപ്പോൾ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമയിൽ കാണിച്ചേക്കുന്നത് അവസാനം വരെ നായകൻ ടൊവിനോൻ്റെ ഗ്യാങ്ങിന് അടിയും ഇടിയൊക്കെ കൊണ്ട് ലാസ്റ്റാണ് ഈ ഇതിലേക്ക് എത്തുന്നത്, ലക്ഷ്യത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ അവിടെ സ്ഥാനം നേടിയെടുക്കുന്നത്. ശരിക്കും അത് ബ്രോൻ്റെ റിയൽ ലൈഫ് ആണെങ്കിൽ അന്ന് ഒരുപാട് അടിയൊക്കെ കൊണ്ടിട്ടുണ്ടോ? ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. ഒറ്റയും പറ്റയായിട്ട് നല്ല അടി കിട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒന്നും ഒരു നല്ലല്ലോ, നമ്മൾ ഇവരെ അടിക്കാൻ വരുന്നത് 200 പേരൊക്കെ വെച്ചിട്ട് ഒരു തന്നെ അടിക്കാൻ വരും. എന്നിട്ട് ഇവര് ധൈര്യശാലികളെന്ന് പറയും. ഓക്കെ, ഇത്
ഒറ്റയ്ക്ക് നിന്ന് അടി കൊള്ളവനാണ് ശരിക്കും കേസുകാരനാണ് ഏറ്റവും ധൈര്യമുള്ളവൻ. ഉം. കാരണം ഈ 100-200 പേര് വരുമ്പോൾ അവൻ ഒറ്റയ്ക്ക് നിന്ന് അടിയെങ്കിലും കൊള്ളണില്ലേ? അതെ അതെ, അവരെ തിരിച്ചടിക്കാൻ പറ്റാതെ ചിലപ്പോൾ ഓടുണ്ടാവും. അപ്പൊ പേടിച്ച് ഓടിയെന്ന് പറയും. തീർച്ചയായിട്ടും. ശരിക്കും ധൈര്യമില്ലാത്തൊരു ഇവരാണ്. ആലോചിച്ച് നോക്കി, എന്നെ എത്ര ബാത്റൂമിൽ വെച്ച് എന്നെ കഴുതി പിടിച്ച് ഞെക്കിട്ട്, അതേപോലെ തന്നെ വരാന്തലും കിട്ടണ സ്ഥലത്തെ ഒറ്റയും പെറ്റയായിട്ട് കിട്ടുന്ന സ്ഥലത്തൊക്കെ ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത് പുറത്തേക്ക് അധികം പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന KSUക്കാരായിട്ട് വിദ്യാർത്ഥികൾ എനിക്ക് തന്നെ കുറെ അടി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ള സാധനം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറയുള്ളൂ. അതെ അതെ, പുറത്ത് പറഞ്ഞില്ല അടി കൊള്ളുന്നത് പലതും അറിയില്ല. പിന്നെ എനിക്ക് അടി കൊള്ളുക അല്ലെങ്കിൽ ഭീഷണി വരുമ്പോൾ ഞാൻ അപ്പം കയറി എല്ലാ ക്ലാസ്സിലും കയറി ക്യാമ്പയിൻ ചെയ്യും. അവസാനം ഇവർക്ക് എന്നെ കൂടെ പൊറുതി മുട്ടി സത്യത്തിൽ. കാരണം ഞാൻ ഇപ്പം ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കയറി എല്ലാ ക്ലാസ്സിൽ കയറി ഞാൻ സമരം വിളിക്കും, പ്രതിഷേധം വിളിക്കും. അന്ന് അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മൾ ഒരു ഇടി ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ 10 പേരെന്നുള്ളത് ഒരാളിലേക്ക് ചുരുങ്ങും, ബാക്കിയുള്ളവരെ പേടിക്കും. ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തും. വീട്ടിൽ വിളിച്ച് അവിടുത്തെ ഏരിയ കമ്മിറ്റി മറ്റേ ലോക്കൽ കമ്മിറ്റി ആൾക്കാരെ വിളിച്ചിട്ട് വീട്ടിൽ കയറും. എന്നിട്ട് KSUവിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ മാറണമെന്ന് പറയും, ഭീഷണിപ്പെടുത്തും. സ്ഥാനാർത്ഥിയായ പെൺകുട്ടികളെയൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് ആസിഡ് ബൾബ് എറിയും, മറ്റേത് എറിയും, ഇലക്ഷന് വരരുതെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും. ഇതാണ് യാഥാർത്ഥ്യം. എല്ലാ സ്ഥലത്തും നടക്കണ യാഥാർത്ഥ്യങ്ങൾ ഭീഷണിപ്പെടുത്തുക. ഈ ഭീഷണിനെ പേടിക്കണം എന്തിനാപ്പോ? പ്രസ്ഥാനത്തിലേക്ക് വരുന്നതല്ലേ. അതായത് ഈ പ്രസ്ഥാനത്തിൽ ചെയ്യണമെങ്കിൽ എന്നെ പോലെ ധൈര്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ലല്ലോ. അതാണ് പ്രശ്നം. എനിക്ക് തന്നെ ഞാൻ അന്ന് ഇലക്ഷൻ സമയത്ത് ക്യാമ്പയിൻ ചെയ്തിട്ട്, ക്ലാസ് റൂമിൽ ക്യാമ്പയിൻ ചെയ്തിട്ട് 3rd ഇയർ വിദ്യാർത്ഥി മലയാളം ഡിപ്പാർട്ട്മെന്റ് എന്ന് അതിലെ കുറച്ച് വിദ്യാർത്ഥികൾ എനിക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യാൻ വന്നു എൻ്റെ കൂടെ ക്ലാസ് കയറാനായിട്ട്. അവർ SFI ആയിരുന്നു, ആദ്യത്തെ 2 വർഷം SFI ആയിരുന്നു. എന്നിട്ട് ആ പയ്യനെ കൊണ്ടുപോയിട്ട് അവൻ്റെ ക്ലാസ് റൂമിൻ്റെ മുമ്പിലിട്ട് തന്നെ ഇവർ തല്ലി. മറ്റുള്ളവർക്കൊരു മുൻകരുതൽ അതിന്. പക്ഷെ എന്താ അതിൻ്റെ റിസൾട്ട് ഉണ്ടായത്? ആ പയ്യൻ തന്നെ വന്നിട്ട് കണ്ടു, ചേട്ടനെ വർക്ക് ചെയ്യാൻ ഇറങ്ങിയത് എന്നെ തല്ലി, എൻ്റെ ക്ലാസ് റൂമിലിട്ട തല്ലിയ. എൻ്റെ ആ ക്ലാസ് റൂമിൽ മുഴുവൻ പിള്ളേരെ ഇനി KSUവിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ഈ പറഞ്ഞ മാറ്റങ്ങൾ ഉണ്ടായത്. അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായ മാറ്റമല്ല. കാരണം ഇങ്ങനെ ഇപ്പം നമ്മൾ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അത് സത്യമാണ്, യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയ ഒരുപാട് SFIയിൽ വിശ്വസിച്ച പല വിദ്യാർത്ഥികളും KSUവിന് അനുകൂലമായിട്ട് നിൽക്കുമ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും തല്ലുകയും, അതായത് ഓപ്പോസിറ്റ് പാർട്ടിയിൽ ചെയ്യുന്ന അതേ പരിപാടി തന്നെ അവർക്കെതിരെ ചെയ്തിരുന്നു. അങ്ങനെയാണ് ആ ക്യാമ്പസിലെ, അതായത് SFI അനുഭാവികളായിട്ട്, അതായത് ഒരു പ്രകടനം വിളിച്ച 1500 പിള്ളേർ ഒറ്റ പ്രകടനത്തിന് ഉണ്ടാവുന്ന അവരുടെ സംഘടന അവിടെ നിലനിൽക്കുമ്പോൾ ഞാൻ അവിടെ ജയിക്കണത് അതൊരു 100-300 വോട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു. ഭൂരിപക്ഷത്തിന് ഞാൻ ജയിച്ചു. ജയിക്കണമെങ്കിൽ ആലോചിച്ച് നോക്കി. ജയിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഞാൻ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇലക്ഷന് എണ്ണാനായിട്ട് കയറുന്നു. എണ്ണാൻ കയറുമ്പോൾ ഞാൻ SFIയുടെ സ്ഥാനാർത്ഥി, എൻ്റെ സുഹൃത്താണ് അവൻ. അപ്പോൾ അവൻ അവിടെ അപ്പുറത്തിരിക്കേണ്ട അവൻ്റെ അടുത്ത് കുറച്ച് പെൺകൊച്ചുകൾ വെള്ളം കൊടുക്കാനും എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കണം. നമുക്കാണെങ്കിൽ ആകെ കുറച്ച് പേരുള്ളൂ. സ്ഥാനാർത്ഥികൾ തന്നെ നിർത്തിയത് ഞാൻ ഇലക്ഷൻ്റെ അന്ന് രാവിലെ വന്നിട്ട് KSU ഇങ്ങനെ അനുഭാവികളായിട്ടുള്ളവരൊക്കെ മരത്തിൻ്റെ ചോട്ടിൽ നിന്നൊക്കെ പിടിച്ച് നോമിനേഷൻ പൂരിപ്പിച്ചൊക്കെ കൊടുത്തിട്ടാണ് സെറ്റാക്കിയത്. 14 പേരെ ഒപ്പിച്ചത്. മുമ്പോട്ട് വരാൻ എന്നിട്ട് ഇവർ ഭീഷണിപ്പെടുത്തും. ചിലവരൊക്കെ ഇലക്ഷൻ നോമിനേഷൻ കൊടുത്തിട്ട് പഠിക്കാൻ പോലും വന്നിട്ടില്ല. അത്ര പ്രശ്നമുള്ള ക്യാമ്പസാണ്. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്തായാലും ഇത് മറക്കുന്നത്. ഞാൻ UC കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ തീരുമാനിച്ചാണ്. കാരണം അവിടെ കലോത്സവത്തിന് മഹാരാഷ്ട്രയിൽ വന്നപ്പോൾ ഞങ്ങൾ UC കോളേജ് KSUവിൻ്റെ യൂണിയൻ ആയിരുന്നു. ഞങ്ങൾക്ക് റൂം വരെ അവിടെ ഇട്ട് ചിറ്റിച്ചു മഹാരാഷ്ട്രയിൽ. അന്ന് ഞങ്ങൾ അപ്പോൾ പ്ലാൻ ചെയ്തതാണ് ഈ മഹാരാഷ്ട്രയിൽ നമ്മളെല്ലാവരോടും അഡ്മിഷൻ എടുക്കൂടെ പല ഡിപ്പാർട്ട്മെൻറ്റ്, എന്നിട്ട് ഇവിടെ യൂണിയൻ പിടിക്കും. ഇതിന് നമ്മൾ പകരം കിട്ടും. പക്ഷെ ബാക്കി എല്ലാവരും വന്നില്ല. ഞാൻ മാത്രമേ മഹാരാഷ്ട്രയിൽ അഡ്മിഷൻ എടുത്തുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞാൽ അങ്ങനെ ഒരു സാറ് വന്നിട്ട് എൻ്റെയാണ് ഒരു ടീച്ചറാണ് എൻ്റെ എണ്ണാനിരുന്നത്. ഒരു സ്റ്റാഫിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ടീച്ചർ എൻ്റെ എണ്ണാനായിട്ട് മറ്റേ ഇതെടുത്തു, പേപ്പർ എടുത്തു. അപ്പോൾ ആ സാറാ ടീച്ചറിനെ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ ഇവൻ്റെ വേണമെങ്കിൽ ഞാൻ എണ്ണിക്കോളാം, ടീച്ചർ ഓപ്പോസിറ്റ് SFIയുടെ സ്ഥാനാർത്ഥിയുടെ എണ്ണിക്കോ, ഇവൻ്റെ ആകുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കിട്ടാൻ പോണില്ലല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ മുമ്പിൽ വെച്ച് എണ്ണ ആ സിറ്റുവേഷന് ഈ മെക്സിക്കൻ ഭാരതത്തിൽ ആ എണ്ണനോടത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചറിയാം. പക്ഷെ അത് ആ ചെയ്ത രീതി കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഞാൻ സ്ക്രിപ്റ്റിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ എണ്ണ വേറെ രീതിയിൽ പ്ലാൻ ചെയ്യണമെന്നാണ് അന്ന് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ സംസാരിച്ചത്. അതായത് ഇലക്ഷൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ബാലറ്റ് ഇങ്ങനെ എല്ലാവരും അടിച്ചടിച്ചടിച്ച് പോകണത്, അങ്ങനത്തെ വേറൊരു രീതിയിലാണ് പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ അസാധു അതായത് എനിക്ക് കിട്ടേണ്ട 200 ജില്ലാ വോട്ടാണ് അസാധു ആക്കി കളഞ്ഞത്.
എന്നെ തോപ്പിക്കാൻ പരമാവധി അവിടുത്തെ ഈ പറഞ്ഞ ഇടതുപക്ഷ അധ്യാപക സംഘടന അവരൊക്കെ പരമാവധി ശ്രമിച്ചു. പക്ഷേ എനിക്ക് അതിനനുസരിച്ച് ഭൂരിപക്ഷം ഉള്ളവരുണ്ടാണ് ഞാൻ വിജയിച്ചത്. കാരണം ആദ്യം ഫസ്റ്റ് ഇയേഴ്സിന്റെ എണ്ണുമ്പോൾ ഇല്ലോ ഒരു 100 വോട്ട് വീഴുമ്പോഴായിരിക്കും SFIയുടെ ഒരു 5 വോട്ടൊക്കെ വീഴണേ. അത്ര വ്യത്യാസമില്ലായിരുന്നു. അതിനിട്ട് ഇവര് എൻ്റെ പേരിലുള്ള വോട്ട്, അതായത് പേരിന് നേരെ 2 വട്ടം ഒരേ കോളത്തിൽ തന്നെ 2 വട്ടം സീലിട്ടു. ആ സീലിന്റെ ഇത് തെളിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അസോദാക്കി വിട്ടു. അപ്പൊ അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, മെക്സിക്കൻ ഭാരത സിനിമയായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടന്ന ഇങ്ങനത്തെ പല സിറ്റുവേഷൻ എങ്ങനെയാ ആ സിനിമയിൽ ഉണ്ടാവണേ. ചെഗുവേരനെ ഇൻസ്പയർ ചെയ്ത ബൊളിവിയൻ കാട്ടിലുള്ള വേറെ എന്തെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അത് വരണ്ടേ. ഇനി ബ്രോന്റെ കുറച്ച് ഇതിൽ നിന്ന് മാറിയിട്ടൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇപ്പോൾ കമോണ്ട്ര മഹേഷ് കമോണ്ട്ര ഇതാണ് ജിനോ ആരാണെന്നൊരാളോട് സംസാരിക്കാൻ ഈ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, അത് ചെയ്ത ആൾ എന്ന് പറയുമ്പോൾ തന്നെ രജിസ്റ്ററാണ്. പിന്നെ അതിനുശേഷം അങ്ങനെ ഒരു എന്താ പറയുക എടുത്തു പറയാവുന്ന ഒരു സാധനത്തിലേക്കുള്ള ഒരു ജേണിയിലേക്കായിരുന്നു പുള്ളി ബ്രോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അതിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഈ മഹേഷിന്റെ പ്രതികാരം കഴിഞ്ഞാൽ മഹാരാജസിൽ വെച്ച് ഞങ്ങൾ ഒരുപാട് ഷോർട്ട് ഫിലിം ചെയ്യായിരുന്നു. പെപ്പയൊക്കെ ഞങ്ങളുടെ ബാച്ചിൽ തന്നെയാണ്. പുള്ളി ജൂനിയറായിട്ട് പഠിച്ചതാണ് ഫിസിക്സിൽ ഇൻസ്ട്രുമെന്റേഷൻ ഡിപ്പാർട്ട്മെന്റിൽ. ശരി. ഞങ്ങളൊക്കെ കൂടി ഒരു കൂട്ടായ്മ പോലെ ഷോർട്ട് ഫിലിം ചെയ്യുക, എന്നിട്ട് കോളേജിൽ പ്രദർശിപ്പിക്കുക, ഞങ്ങളെ എന്നിട്ട് കളിയാക്കലും മറ്റേ ഇതൊക്കെ ആയിരുന്നു. അങ്ങനെ അപ്പം എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, അവൻ വന്നിട്ട് എന്നോട് ഒരു ദിവസം ചോദിച്ചു, ചേട്ടാ ഞാനൊരു ഷോർട്ട് റീല് റെഡിയാക്കാം, ഞാൻ അഭിനയിച്ച ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് ഡയറക്ടർമാരൊക്കെ ഒന്ന് കാണിച്ചാലോ, ചാൻസ് വയ്ക്കുമേ. അപ്പം ഞാൻ പറഞ്ഞു, എടാ നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ പാർട്ട് മാത്രമല്ല നീ കട്ട് ചെയ്യുക. അപ്പം നീ ആ ഷോർട്ട് ഫിലിം മൊത്തമായിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്തെന്നറിയോ, നിനക്ക് അവസരം കിട്ടില്ലെങ്കിലും ആ ഡയറക്ടർ വേറെ ഏതെങ്കിലും ക്യാരക്ടർ ഇഷ്ടപ്പെട്ട അവർക്ക് അവസരം കിട്ടില്ലേ. അപ്പൊ നീ ആയിട്ട് വേറെ ഒരുത്തിന്റെ അവസരം കളയരുത്. അപ്പൊ നീ കൊടുക്കുമ്പോ എല്ലാ ഷോർട്ട് ഫിലിമും കൂടി മുഴുവനായിട്ട് സേവ് ചെയ്തിട്ട് കൊണ്ടുപോയി കൊടുക്കുക ഏതെങ്കിലും ഡയറക്ടർ. അപ്പൊ അവൻ പറഞ്ഞു അത് ശരിയാട്ടോ, ഓക്കെ എന്ന് പറഞ്ഞു. അതിന് കുറച്ചാൾ കഴിഞ്ഞിട്ട് ഇവൻ ദിലീഷ് ഏട്ടനാന്ന് തോന്നുന്നു, മറ്റേ മഹേഷിന്റെ പ്രതികാരത്തിന് മുമ്പ് ഇങ്ങനെ മഹാരാഷ്ട്രയിൽ എവിടെ കണ്ടു വന്ന ഇവൻ ഇങ്ങനെ ഇതെല്ലാം സേവ് ചെയ്തിട്ട് എന്ത് CD ആയിരുന്നു കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ അത് കണ്ടിട്ട് അതിൽ ബലിയാട് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഞങ്ങൾ അതിൽ അഭിനയിച്ച എല്ലാവരെയും അവർ വിളിച്ചേർന്നു. അപ്പോൾ ശ്യാമേട്ടൻ അവരൊക്കെ ആ എഴുത്തിന്റെ പരിപാടി പ്രീ പ്രൊഡക്ഷൻ സമയത്താണ്. ഞങ്ങൾ വിളിച്ചിട്ട് പുള്ളി എല്ലാവരെയും കണ്ട് അപ്പിയറൻസ് കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഷോർട്ട് ഫിലിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല സംഭവമാണ്, അതിലെ ഡയലോഗ് ഡെലിവറിയും അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഒരു പുതിയ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്, നിങ്ങളിൽ ആർക്കെങ്കിലൊക്കെ ഇതിൽ സിനിമയിൽ കുറച്ച് ക്യാരക്ടർ ഉണ്ട്, നിങ്ങളുടെ അപ്പിയറൻസ് കൂടി വെച്ച് നോക്കിയിട്ട് നല്ല ക്യാരക്ടർ ആരെങ്കിലും ഒക്കെ വിളിക്കും, എന്തായാലും ആരാന്ന് ഇപ്പൊ പറയില്ല, നമ്മളെ ഡിസ്കഷനിൽ ഇരിക്കുകയാണെന്ന് പറഞ്ഞു വിട്ടു. ശരി. അത് കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കണേ അതില് വേഷത്തില്. അത് എന്നോട് ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നാണ് പറഞ്ഞത്. ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ 100 രൂപ ഡെയിലി ഒരാൾക്ക് കൊടുത്തിട്ട് ഓട്ടോറിക്ഷ ഓടിക്കായിരുന്നു. അയാൾ ഒരു 2 കിലോമീറ്റർ ഓടിച്ചിട്ട് 100 രൂപ അങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കാനൊക്കെ പഠിച്ചു. എന്നിട്ട് ഞാൻ ഇടുക്കിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ താടി കണ്ടു കഴിഞ്ഞപ്പോൾ ദിലീഷേട്ടൻ പറഞ്ഞു, നീ താടി ഓടിക്കണ്ട, നിന്റെ താടി കുഴപ്പമില്ല, നല്ല രസമുണ്ട്, ആ താടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞു. വേറെ ഒരു പയ്യുണ്ട് അരുവും ബാബുമ്പ, അവനെ കണ്ടിട്ട് അവനോട് പറഞ്ഞു, നീ ഓട്ടോറിക്ഷ ഓടിച്ചോന്ന് പറഞ്ഞു, ഓട്ടോറിക്ഷ ഡ്രൈവറിന്റെ ഇത് നീയാണെന്ന് പറഞ്ഞു. അതിനോട് പറഞ്ഞു വേറെ കൂട്ടുകാരന്റെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി, ഓട്ടോറിക്ഷ ഓടിക്കാൻ പഠിച്ചതും ഓട്ടോറിക്ഷ ഓടിച്ചു വെച്ചിട്ട് എന്റെ ക്യാരക്ടർ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇനി വലിയ ഭയങ്കര സംഭവമാണ് ഈ തീർന്നത്. അതിന് ആ സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്തു. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അറിവനുസരിച്ച് അതിൽ സംഭാഷണങ്ങൾ ഉണ്ടായിരുന്നില്ല, അല്ലാതെ സംഘടന ആ സിറ്റുവേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. അപ്പൊ ആ സിറ്റുവേഷൻ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തായിരുന്നു. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ഡയലോഗാണ് ഈ കമോണ്ടറ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, നിന്റെ നിങ്ങൾ ഒരു ഇത് സുഹൃത്തുണ്ട് ഗൾഫിൽ പോണ, അപ്പൊ അവരൊക്കെ പോയി പറമ്പിൽ പോയി വെള്ളം അടിച്ച് കഴിഞ്ഞിട്ട് ഈ സോഡ തീർന്നു പോയി. സോഡ തീർന്നപ്പോൾ നിങ്ങൾ വന്നിട്ട് സോഡ വാങ്ങിക്കണം, അപ്പോൾ ഒരു ചെറിയ കശപശ ഉണ്ടാവുന്നു, ആ കശപശയിൽ നിന്ന് അവനെ വിളിച്ചു കൊണ്ടുവരണം നീ. അതാണ് എന്നോട് പറഞ്ഞത് എൻ്റെ ക്യാരക്ടർ. അപ്പൊ അവൻ ഇതായിട്ട് നിൽക്കണല്ലോ, അപ്പൊ അവനെ കൂളാക്കാൻ പറ്റിയ വലിയ ഡയലോഗും പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് അവനെ കൊണ്ടുവരുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കൂളാക്കാൻ പറ്റിയ ഡയലോഗ് ആ എഫക്റ്റ് ഇട്ടതേ. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കൂളാവുക തന്നെ എന്ന് പറയാം. അങ്ങനെയാണ്, നീ കൂളായടാ, നീ കൂളായേ, നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് പറ്റിയ ആളാണോ അങ്ങനെ ആ സിറ്റുവേഷനിൽ ഡെവലപ്പ് ചെയ്ത. അതേപോലെ കമോണ്ടർ തന്നെ ഈ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഇടിച്ചിട്ട് ഇവനെ പ്രകോപിപ്പിക്കണമല്ലോ ഈ മഹേഷിനെ. അപ്പൊ എന്തെങ്കിലും പ്രകോപിപ്പിക്കാൻ പറ്റിയ എന്തെങ്കിലും പറയാൻ പറ്റുമോ
ഇങ്ങനെ ഇങ്ങനെ ആക്കാം. അപ്പോൾ പുള്ളി ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ ആക്ഷൻസിൽ ഇങ്ങനെ കാണിച്ചു തന്നു എന്തെങ്കിലും ചെയ്തിട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു കംഡ. അപ്പോൾ ഞാൻ പറഞ്ഞു കംഡാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതല്ല, അത് കുറച്ചുകൂടി ഇതാ. അപ്പോൾ അങ്ങനെ കമോണ്ട അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് അവിടെ വെച്ചാൽ ആ സിറ്റുവേഷനിൽ ഡെവലപ്പ് ചെയ്താണ് കമോണ്ടറ എന്നുള്ള സാധനം. അങ്ങനെ ആ ഡയലോഗ് ഭയങ്കരമായിട്ട് ഹിറ്റായി. അത് ഷൂട്ട് നടക്കുമ്പോൾ തന്നെ അതിൽ അഭിനയിച്ചൊരു പയ്യൻ പറഞ്ഞു, ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഈ ഡയലോഗില്ലോ ഇത് സിനിമയുടെ ടാഗ് ലൈനാവട്ടെ, ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നു പറഞ്ഞു. അവൻ ഇങ്ങനെ പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞ പിന്നെ ആ ഷോട്ട് എടുത്തപ്പോയാലും കമോണ്ടറൊക്കെ അധികം ഷോട്ടൊന്നും വന്നില്ല, പെട്ടെന്ന് തന്നെ ശരിയായി. എനിക്കത് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചാലെ എൻ്റെ ഫസ്റ്റ് പടം ഞാൻ വളരെ പേടിച്ച ആ പടത്തിൽ അഭിനയിക്കാൻ പോയത് പേടിച്ചിട്ടുണ്ട്. അതിക്ക് മുമ്പ് ഞാൻ ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഈ പടം ഇത്ര വലിയ ഫഹദ് ഫാസിൽ വരുന്നു അങ്ങനെ വരുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിലൊരു പേടിയായിരുന്നു. അപ്പം എനിക്കെന്ന് പറഞ്ഞാൽ ദിലീഷ് ചേട്ടൻ അവരൊക്കെ വളരെ കൂളാക്കിയിട്ട് നമുക്ക് കുറേ ഇമ്പ്രവൈസ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ക്യാരക്ടറിനനുസരിച്ച് കുറേ സാധനങ്ങൾ ചെയ്യാനൊക്കെ അവസരം. എനിക്ക് തന്നെ ഞാൻ ചെയ്ത ഏറ്റവും നല്ലൊരു സെറ്റിലൊന്നാണ് അത്. കാരണം അവരുടെ ഒരു കൂട്ടുകാരനെ പോലെയാണ് അവർ പെരുമാറിയ. ഏറ്റവും നല്ല മാന്യമായ ഇടപെടലായിരുന്നു. എനിക്ക് റെമ്യൂണറേഷൻ തന്നത് എല്ലാം കൊണ്ട് ഞാൻ 13 ദിവസം കണ്ട അതിൻ്റെ ഷൂട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിന് എനിക്ക് കുഴപ്പമില്ലാത്ത അന്നത്തെ ഒരു തുടക്കക്കാരന് ഒരു റെമ്യൂണറേഷനും കാര്യങ്ങളും ഡബ് ചെയ്യാൻ വന്നപ്പോഴായാലും TND ഒക്കെ തന്ന വളരെ മാന്യമായി ഇടപെട്ട ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു അത്. സെറ്റും ആയിരുന്നു ഇത്. തിയേറ്ററിൽ ഈ സാധനം കേൾക്കുമ്പോൾ എന്തായിരുന്നു ആ ടൈമിൽ മനസ്സിൽ? തിയേറ്ററിൽ ഇരിക്കുമ്പോൾ സത്യത്തിൽ എന്ന് പറയും, പടം ഫസ്റ്റ് ഷോ ദിലീഷ് ചേട്ടനാണ്, സരിതയിലാണ്. അപ്പൊ ആള് കുറവായിരുന്നു സത്യത്തില്. ഞങ്ങള് ബാൽക്കണിയിലൊക്കെ ഇരുന്ന് കണ്ടു കഴിയുമ്പോ എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല സിനിമ. എന്താണ് എന്താന്നറിയില്ല, നമ്മൾ അഭിനയിച്ചുകൊണ്ടാണോന്ന് അറിയില്ല. ഞാൻ എൻ്റെ അതങ്ങനെ അങ്ങനെയല്ലല്ലോ അത് പറയണ്ടേ. ഓക്കെ, ഈ ഞാൻ എൻ്റെ കുറെ മിസ്റ്റേക്കുകളെ കുറിച്ച് അതാണ് എൻ്റെ ഒരു എനിക്ക് അഭിനയിച്ച പടങ്ങളിലൊന്നും എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ടെൻഷനും. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എനിക്കത് ആസ്വദിക്കാൻ പറ്റണില്ല. ഞാൻ എൻ്റെ അഭിനയിച്ചതിൻ്റെ ഇതിലേക്ക് ചിന്തിക്കണമായിരുന്നോ, അല്ലെങ്കിൽ അതിൽ പ്രശ്നങ്ങളെ കുറിച്ച് അതങ്ങനെ ചെയ്യായിരുന്നു, ഇത് ഇങ്ങനെ ചെയ്യായിരുന്നു. എനിക്കത് ഇമോഷണലി ഒരു സിനിമ കാണാൻ. പക്ഷെ ഇത് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര സംഭവം കിടിലായിട്ട് പടം ഭയങ്കര ഹിറ്റ്. കമോണ്ടറ മഹേഷ് എന്ന് പറഞ്ഞ ഈ ഡയലോഗ് ഭയങ്കര ഹിറ്റ്. അതൊരു ഈ മറ്റേ പയ്യനൊക്കെ പറഞ്ഞ പോലെ ഭയങ്കര ടാഗ് ലൈനായി മാറി. ഇപ്പോഴും ഇന്നും ആൾക്കാർ എല്ലാവരും ഞാൻ നല്ല എന്നെ അറിയാത്ത ഒരാൾക്കാർ വോളിബോൾ കളിക്കുന്നുണ്ട് ഇവിടെ. വോളിബോൾ അവരറിയാതെ കമോണ്ടറാ കമോണ്ടറാ. അപ്പൊ ഞാൻ നമ്മുടെ ആ ഡയലോഗിന് ഇപ്പോഴും പലരും പല രീതിയില് വടമലിക്കാൻ എന്നുള്ള ഇവിടെ സംസ്കൃതി യൂണിവേഴ്സിറ്റി വടമലിക്കുന്നുണ്ട് കമോണ്ടറാ. അപ്പൊ അങ്ങനെ ചിലര് ഒറ്റപ്പറ്റിട്ട് ഇത് പറയുമേ, എന്നെ അറിയാത്തവര് ഞാൻ അവിടെ ഉണ്ടെന്നോ അറിയാതെ ഈ ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ആ സിനിമയുടെ റീച്ച് എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഡയലോഗ് എന്ന് പറഞ്ഞില്ല, അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ സിനിമ കാണുന്നത്. ആ ക്യാരക്ടറും ആ ഡയലോഗും. കാരണം ഞാൻ അന്ന് ആ സിനിമയിൽ അഭിനയിക്കാൻ പോയി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സീനും ഡയലോഗും കിട്ടണമെന്ന് പറഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ച് ഞാൻ പോയത്. എനിക്ക് ആ സിനിമയിലെ ഏറ്റവും ശ്രദ്ധിക്കുന്ന വരുന്ന ഡയലോഗാണ് എനിക്ക് കിട്ടിയത്. ഇപ്പോഴും ഈ രണ്ട് പറയുന്ന പടം ഈ ശരിക്കും മഹേഷിന്റെ പ്രതികാരവും മെക്സിക്കൻ അപാരതയാണ് രണ്ട് ഇതായിട്ട് പറയണത്. അതിനുശേഷം വേറെ പടങ്ങൾ ഇറങ്ങിയാലും അങ്ങനെ ഹിറ്റായിട്ടില്ല, അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുമില്ല. അപ്പോൾ ഞാനൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ നേരിടുന്ന ഒരു സാധനം ഇതിനെ ബ്രേക്ക് ചെയ്യുന്ന വേറൊരു സാധനം ചെയ്യണം, എന്നാലാണ് ഒരു ആക്ടർ എന്നുള്ള രീതിയിലുള്ള സാധനം കിട്ടാറ്. എന്തായാലും ഉടനെ വരട്ടെ. എന്തായാലും വരുന്ന കാലങ്ങളിലെല്ലാം നല്ല നല്ല ഒരുപാട് നല്ല പടങ്ങൾ താങ്കളെ തേടിയെത്തട്ടെ, ചെയ്യാൻ പറ്റട്ടെ, ആഗ്രഹിച്ച പോലെ എല്ലാം നടക്കാൻ പറ്റട്ടെ. പിന്നെ ഞാൻ ഇപ്പൊ ഇത് തന്നെ പറഞ്ഞത്, ഇപ്പൊ ടോമുകുട്ടിയോടെ എനിക്ക് ദേഷ്യവും വൈരാഗ്യമൊന്നുമില്ല, മനസ്സിലായോ? കാരണം പക്ഷെ പുള്ളി ഇത്ര വർഷം നമ്മുടെ ഒരു ആത്മാർത്ഥതയിലാണ് പുള്ളി ഒരു സാധനം അടിച്ചത്. അതിലെനിക്ക് വിഷമമുണ്ട്. ആ പ്രതിഷേധം നമ്മൾ അറിയിച്ചില്ലെങ്കിൽ ശരിയല്ലല്ലോ. തീർച്ചയായിട്ടും ഇനിയെങ്കിലും അറിയണം. എൻ്റെ വ്യക്തിപരമായ നേട്ടത്തിനല്ല ഞാൻ ഇപ്പോൾ ആ സിനിമ ഇപ്പോൾ ട്വിസ്റ്റഡ് വേർഷനായി മാറാനായിട്ട് നിന്ന്. ആ സിനിമ അങ്ങനെ വന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭമോ വേറെ ഒരു ലാഭങ്ങളും ഉണ്ടായിട്ടില്ല. എനിക്ക് അത് വേറെ രീതിയിൽ ചെയ്തെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായേനെ. എൻ്റെ വ്യക്തിപരമായ നേട്ടങ്ങളൊക്കെ വിട്ട് സുഹൃത്ത് ബന്ധത്തിൻ്റെ ആത്മാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ലൈഫ് കരിയർ സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു കൂട്ടം പേര് അതുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് ഈ കാര്യം പറയുന്നത്. നമ്മളെ പ്രതിഷേധം അറിയണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ വെറും പൊട്ടന്മാരായി പോകില്ലേ. ഞാൻ അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പൊട്ടനല്ല, അത് ഞാൻ തെളിയിച്ചിട്ടുള്ളതാണ്.
ഓക്കെ ബ്രോ. എന്തായാലും സന്തോഷം, എന്തായാലും വന്നതിലും ഇതുപോലൊരു വ്യക്തമായിട്ടൊരു ഇൻ്റർവ്യൂവിൽ ഇരുന്നതിലും ഒരുപാട് സന്തോഷം. എന്തായാലും താങ്കളുടെ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ, ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ, എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരെയാണ്. താങ്ക് യു ചിന്നു.